രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനവുമായി ഇടുക്കിയിലെ യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ. സംസ്ഥാന അധ്യക്ഷൻ ഏകാധിപതിയെ പോലെ പെരുമാറുന്നു. ജില്ലാ നേതൃസംഗമത്തിലാണ് പ്രതിനിധികൾ രാഹുലിനെ വിമർശിച്ചത്. ആൽവിൻ തോമസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ആൽവിൻ, എന്തെല്ലാം വിമർശനങ്ങളാണ് ഉന്നയിച്ചത്? അതിനെ എങ്ങനെയാണ് രാഹുൽ നേരിട്ടത്? നേതൃസംഗമത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിനിധികൾ ഉന്നയിച്ചിട്ടുള്ളത് സംസ്ഥാന അധ്യക്ഷൻ ഏകാധിപതി പോലെ പെരുമാറുകയാണ്. പല ചോദ്യങ്ങൾക്കും മറുപടിയില്ല. ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ചോദ്യം ചെയ്യാൻ കഴിയാത്ത ആളല്ല, ചോദ്യം ചെയ്യപ്പെടേണ്ട ആൾ തന്നെയാണ് എന്ന തരത്തിൽ ഉള്ള വിമർശനമാണ് ഈ പ്രതിനിധികൾ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ദേവികുളം, അതുപോലെ തന്നെ പീരിമേട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് വലിയ വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. ഇതിൽ ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഫണ്ടിന്റെ പിരിവ് യൂത്ത് കോൺഗ്രസിന്റെ എന്തായെന്നും അതിന്റെ കണക്ക് എവിടം വരെ എന്നും എത്തുമെന്നുള്ള ചോദ്യത്തോടാണ് വലിയ തോതിൽ പ്രകോപിതനായി രാഹുൽ മാങ്കൂട്ടം തന്നെ വേദിയിൽ വെച്ച് ചോദിച്ച ആളോട് വിമർശനം ഉന്നയിക്കുന്ന തരത്തിൽ സംസാരിക്കുകയുണ്ടായി. തുടർന്നാണ് വലിയ ബഹളം ഉണ്ടാകുകയും ചെയ്തത്. അങ്ങനെ അപ്പോഴാണ് ഈ പ്രതിനിധികൾ പറഞ്ഞത് സംസ്ഥാന അധ്യക്ഷൻ ഏകാധിപതി പോലെ പെരുമാറുന്നു എന്നുള്ളതാണ് അവർ ഉന്നയിച്ച പ്രധാനമായ വിമർശനം. ഇത് കേട്ടതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടം പിന്നീട് വേദി വിട്ട് ഇറങ്ങി പുറത്തേക്ക് പോയി. എങ്കിൽ തങ്ങളും വേദി വിടും എന്നുള്ള ഒരു നിലപാട് ചില പ്രതിനിധികൾ സ്വീകരിച്ചതോടെ സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ, അബിൻ വർക്കി അടക്കമുള്ള ആളുകൾ പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരികെ വേദിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പോഴാണ് ഈ വിമർശനങ്ങളൊക്കെയും ഉണ്ടായത്. തുടർന്നും വലിയ ബഹളമാണ് ആ യോഗത്തിൽ ഉടനീളം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം ഈ വയനാട്ടിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടിന്റെ കണക്കുകൾ സംബന്ധിച്ചുള്ള ചോദ്യം വന്നപ്പോൾ മറു ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇടുക്കിയിലെ ഫണ്ട് പിരിവ് എവിടം വരെയായി, ഏതൊക്കെ മണ്ഡലങ്ങൾ ഫണ്ട് പിരിച്ച് നൽകാനുണ്ട് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു. എന്നാൽ അതിനുശേഷം കണക്കുകൾ രാഹുൽ അവിടെ വ്യക്തമാക്കുകയും ചെയ്തു. ഇത് യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ടിൽ ഈ കണക്കുണ്ട്, ഈ പണമുണ്ട് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 15-ാം തീയതിക്കകം ഈ ഇടുക്കി ജില്ലയിലെ അടക്കം മണ്ഡലം കമ്മിറ്റികൾ ഈ പണം പിരിച്ചു നൽകിയില്ല എങ്കിൽ മണ്ഡലം കമ്മിറ്റികളെല്ലാം പിരിച്ചുവിടുമെന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കൂടി അവിടെ രാഹുൽ മാങ്കൂട്ടം നടത്തി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വലിയ പ്രകോപനം സൃഷ്ടിച്ചു ഈ അണികളുടെ ചോദ്യം, അല്ലെങ്കിൽ ഈ പ്രതിനിധികളുടെ ചോദ്യത്തിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ പ്രകോപിതനായതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടം വേദി വിട്ട് പുറത്തേക്ക് പോവുക വരെ ചെയ്തത്. അവിടെ നിന്ന് സംസ്ഥാന നേതാക്കൾ പിന്നീട് അദ്ദേഹത്തെ മടക്കി കൊണ്ടുവരികയായിരുന്നു. വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ചോദ്യം ചെയ്യാൻ പെടാൻ കഴിയാത്ത ഒരാളല്ല, അത്തരത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ആൾ തന്നെയാണ്. ജനാധിപത്യ രീതിയിൽ വേണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പെരുമാറേണ്ടത്, ഏകാധിപതിയെ പോലെ പെരുമാറരുത് എന്നുള്ള വിമർശനങ്ങളാണ് പ്രതികൾ ഉടനീളം ഈ യോഗത്തിൽ ഉന്നയിച്ചത്. ശരി ആൽവിൻ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ഇടുക്കിയിലെ യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചത്. സംസ്ഥാന അധ്യക്ഷൻ ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിമർശനമായി ഉന്നയിച്ചത്.